ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ ഇപ്രകാരം തിരുവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതായ ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരേറ്റുന്നു. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് പകൽക്കാലത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധയിൽ ചിന്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചന ഭാഗം എന്നുള്ളത് യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിൻ്റെ അടുക്കൽ വരുന്നു. നിൻ്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും, നിൻ്റെ പുത്രിമാരെ പാർശ്വത്തെങ്കിൽ വഹിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇതിൽ നിന്നും അനേക സന്ദേശങ്ങൾ ഒരുപക്ഷേ നാം എല്ലാം ഒരുപക്ഷേ നേരത്തെ കേട്ടിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിന് ഇതിലൂടെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചന ഭാഗത്തിലൂടെ നിങ്ങളോട് ഇടപെടാം, ഹൃദ്യമായി സംസാരിക്കണം, പുത്രനെ മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണം പിതാവേ. യെശയ്യാ പ്രവചനം എഴുതിയ കാലഘട്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ യെശയ്യാ പ്രവാചകന് ശുശ്രൂഷ കാലഘട്ടം 740 മുതൽ 681 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. 700 740 മുതൽ 681 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇത് രചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്ത് യെരുശലേമിനെയും യഹൂദയെയും പറ്റി ദർശിച്ചതായ ദർശനം ആണ് പ്രവാചകനായ യെശയ്യാവ് ഈ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനത്തെ വേദപണ്ഡിതാക്കൾ 2 തിരിച്ചിരിക്കുന്നു. അതിൻ്റെ 1 മുതൽ 40 വരെയുള്ള അധ്യായം, 40 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങളെ തിരിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം ഒരു മിനിയേച്ചർ ഗോസ്പലായിട്ട് ചിലർ പറയുന്നുണ്ട്. കാരണം യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, ക്രൂശീകരണം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ യെശയ്യാ പ്രവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നമ്മൾ കർത്തൃമേശയിലൊക്കെ വായിക്കുന്ന ഭാഗമാണല്ലോ. കർത്താവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി ഒക്കെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. യെശയ്യാ പ്രവചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതിയായ സന്ദർഭം എന്നുള്ളത് ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലം ആയിരുന്നു. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിക്കത്തക്ക നിലയിലുള്ളതായ പാപപ്രവർത്തികളിൽ അവർ വീണുപോയിരുന്നു. ഇതിൻ്റെ 59-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, രക്ഷിപ്പാൻ കഴിയാവുന്ന യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാവുന്ന അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അവിടെ തന്നെ വീണ്ടും കാണുകയാണ്, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അന്യപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പാപം ചെയ്ത നിമിത്തം ദൈവത്തിൻ്റെ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പാപം ചെയ്ത ആദാമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. എന്നാൽ നമുക്ക് രക്ഷയുടെ വഴി കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തുറന്നു തന്നു. യേശുവിൻ്റെ ക്രൂശിലെ മരണം മൂലം നമുക്ക് വീണ്ടെടുപ്പും സമാധാനവും ദൈവമായിട്ട് നിരപ്പും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനായ യെശയ്യാവ് ഈ പ്രവചനം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനമാണെങ്കിലും അവർക്കും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു അനുഗ്രഹം, ഒരു ദിശാബോധം, ഒരു വിടുതലും ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റി നമുക്ക് കാണുന്നു. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന് എഴുന്നേൽക്കണം, എഴുന്നേൽക്കുക, പ്രകാശിക്കുക എന്നുള്ളതാണ്
ഈ മെസ്സേജിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഭാഗമെന്ന് ഉള്ളത് അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതിൽ നിന്നും നാം എഴുന്നേൽക്കണം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു നഷ്ടപ്പെട്ടു പോയ മകനെ പറ്റി. അവൻ നഷ്ടപ്പെട്ടു പോകാനായിരുന്നു. അവൻ്റെ അപ്പൻ്റെ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് ഇളയ മകൻ യാത്രയാകുകയാണ്. ദൂരദേശത്തേക്ക് പോയി തൻ്റെ അപ്പൻ്റെ സ്വത്തെല്ലാം അന്യാധീനമായി കളഞ്ഞു. അതെല്ലാം പാപം ചെയ്ത് വളരെ ദുഷ്ടമായ ജീവിത രീതിയിലൂടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവന് പന്നി തിന്നുന്ന വാളവര പോലും കിട്ടുവാൻ കഴിയാതെ വണ്ണം ബുദ്ധിമുട്ടുന്നതായ സാഹചര്യത്തിൽ അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും മേഖലകളിൽ നിന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവ് ആവശ്യമുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നേറാൻ കഴിയാതെ പോയത്, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഫലം കൊടുക്കുവാൻ കഴിയാതെ പോയത് ഏതെങ്കിലും ജീവിതാവസ്ഥയിൽ നമുക്ക് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഏതിൽ നിന്ന് വീണോ അതിൽ നമ്മൾ എഴുന്നേൽക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമ്മളെല്ലാം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ചില നാളുകൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നവരാണ്. എന്നാൽ ഇന്ന് മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത് 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നമ്മളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ രക്ഷിക്കപ്പെട്ട നാളുകളുണ്ടായിരുന്ന ദൈവസ്നേഹം നമുക്കിന്നുണ്ടോ? നമ്മുടെ സഹവിശ്വാസികളോട്, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഉണങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്നും എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണ്, എന്നാൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. മരിച്ചവരുടെ എഴുന്നേൽക്കുക എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ലോകമോഹങ്ങളിലും ജഡമോഹങ്ങളിലും ദൈവ ഇഷ്ടമില്ലാത്ത വഴികളെല്ലാം നടന്ന ദൈവജനം അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരിക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി അനുസരിച്ച് നടന്ന അവസ്ഥയിൽ ആയിരുന്നു. എന്നാൽ ഒരു വിശ്വാസിയായി തീർന്ന ശേഷവും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ കാണുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്നും എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. നാം എഴുന്നേൽക്കണം. യെശയ്യാപ്രവചനത്തിലെ 60-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഏതിൽ നിന്ന് വീണിരിക്കുന്നു, ഏതവസ്ഥയിൽ നിന്നും, എവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്നു, അവിടെ നിന്നും എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നഷ്ടപ്പെട്ടു പോയ മകൻ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നാം അതിന് തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നാം കാണുന്നത് പ്രകാശിക്കുക എന്നുള്ളതാണ്. ഒരു ഇരുണ്ട മുറിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൾബ് നമ്മൾ ഓണാക്കുമ്പോൾ ആ ഇരുള്
നീങ്ങി അവിടെ പ്രകാശം വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള ഇരുട്ട് എത്ര വലുതാണെങ്കിലും പ്രകാശം കടന്നു വരുമ്പോൾ ഇരുൾ മാറിപ്പോകുന്നത് പോലെ ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമാകുന്ന കർത്താവ് വന്നാൽ എത്ര ഇരുളും മാറിപ്പോകുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ലോകം മുഴുവൻ ഇരുട്ടിലാണ്, അന്ധതമസ്സിലാണ്. പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപാന്ധകാരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യമായ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സുവിശേഷത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം പ്രകാശമാനമായി. പ്രൈസ് ദി ലോർഡ്. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി. ഭാരതത്തിൽ സതിസമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യമാരും ചിതയിൽ ചാടി മരിക്കുന്ന ദുരാചാരങ്ങൾ. എന്നാൽ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സുവിശേഷത്തിൻ്റെ വെളിച്ചം ഒക്കെ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതെല്ലാം മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഭാരതത്തിലെ മുനിമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. വർഷങ്ങളായി അവരുടെ പ്രാർത്ഥനയായിരുന്നു. വനാന്തരങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് വഴി നടത്തണമേ. തമസോമ ജ്യോതിർഗമയ, ഇരുളിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക് വഴി നടത്തണമേ. മൃത്യോമ അമൃതം ഗമയ, ആ മരണത്തിൽ നിന്നും എന്നെ ജീവനിലേക്ക് നടത്തണമേ. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് കടന്നു വന്നതല്ലേ നമുക്ക് പ്രകാശം കടന്നു വരുവാനിടയായി തീരുന്നത്. നമ്മുടെ മരണഭീതി മാറി, നമ്മുടെ പരാജയഭീതി മാറി, നമ്മുടെ നിരാശകൾ മാറി, നമ്മുടെ ദുഃഖങ്ങൾ മാറി നാം പ്രകാശമായി തീരുവാൻ തക്കവണ്ണം ഈ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നതല്ലേ അതിന് ആധാരമായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 8:12 നാം എടുത്തൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുക, ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. എന്നെ അനുഗമിക്കുന്നവൻ. യേശു വെളിച്ചമാണ്. യേശു വെളിച്ചമായി ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി എന്നൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ അവൻ്റെ തേജസ്സായി കണ്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തേജസ്സുള്ളതായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മുഖം യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടെ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 5:14. യേശു പറയുകയാണ്, ഇത് ഗിരിപ്രഭാഷണങ്ങളാണ്, സെർമൺ ഓൺ ദ മൗണ്ട്, ദ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മൾക്ക് 5-ാം അധ്യായത്തെ വിലയിരുത്തുന്നു. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ് നമുക്ക് ഗിരിപ്രഭാഷണങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. മത്തായി സുവിശേഷൻ പറയുകയാണ്, നിങ്ങൾ 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് 15-ാം വാക്യം, പറയും കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവമക്കളെ, കർത്താവ് നമ്മളെ പ്രകാശമാക്കി വച്ചിരിക്കുകയായിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ, നമ്മളായിരിക്കുന്ന രാജ്യത്ത്, നമ്മളായിരിക്കുന്ന സംസ്ഥാനത്ത്, നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവം നമ്മുടെ ഒരു വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ലൈറ്റ് ഹൗസിനെ പറ്റി അറിയാം. സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന
കപ്പലുകൾക്ക് ദിശാബോധം കൊടുക്കുന്നതാണ് ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് ഇങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കടന്നു വരുന്ന കപ്പലിലെ ഈ ദിശാബോധത്തിലേക്ക്, ഈ ഹാർബറിലേക്ക് അടുപ്പിക്കുവാൻ ഈ നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് കാരണമായി തീരുന്നതുപോലെ പാപാന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രകാശമായിരിക്കുന്ന ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളാകുന്ന ആ യേശു ക്രിസ്തുവാകുന്ന ആ ലൈറ്റ് ഹൗസിലേക്ക് പ്രൈസ് ദി ലോർഡ്. പിന്നെയും കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പറഞ്ഞത് നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാകുന്നു. നാം ഈ ലോകത്ത് വെളിച്ചം കൊടുക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കുമാറാകട്ടെ. പിന്നെയും കാണുകയാണ്, ഹല്ലേലൂയ, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവമക്കളെ, നമ്മളെല്ലാം പ്രകാശിക്കാൻ വേണ്ടിയുള്ളവരാണ്. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. വിളക്ക് കത്തിച്ചിട്ട് ആരും പറയും കീഴ് വയ്ക്കാറില്ല, തണ്ടിന്മേൽ എല്ലാവർക്കും പ്രകാശം കൊടുക്കത്തക്ക നിലയിൽ ആ തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രശോഭിപ്പാൻ ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമ്മൾ ഹല്ലേലൂയ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. നമ്മുടെ ദൈവം വെളിച്ചങ്ങളുടെ ദൈവമാണ്. വെളിച്ചത്തിൻ്റെ ഫലമെന്നുള്ളത് സകല സൽഗുണവും നീതിയും ആണ്. വെളിച്ചത്തിൻ്റെ ഫലമെന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമായി പ്രയോജനപ്പെടേണ്ടവരാണ് നമ്മൾ. ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ് നമ്മൾ. യാക്കോബിൻ്റെ ലേഖനം 1:17 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:17 വാക്യം, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തുനിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചങ്ങളുടെ പിതാവ് നമ്മുടെ ദൈവം വെളിച്ചങ്ങളുടെ ദൈവമാണ്. അന്ധകാരമായിരിക്കുന്ന ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് കുരുളായ അനുഭവങ്ങളാണെങ്കിലും ദൈവം നിന്നെ പ്രകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ പ്രകാശമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2:9 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ദൈവമക്കളെ, നാം ആരാണ്? ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചവരാണ്. ഈ പ്രകാശത്തെ ലോകത്തിന് കൊടുക്കേണ്ടവരാണ്. അന്ധകാരത്തിൽ ഇരിക്കുന്നവർ പ്രകാശപൂരിതമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഒരു മുഖാന്തരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 12:3 വാക്യം കാണുന്നു. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. Those who are wise will shine like the brightness of the heaven, and those who lead many to righteousness like the stars forever and ever. ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വളരെ മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ ഹല്ലേലൂയ 80 അതിന് മുന്നോട്ടുള്ള കാലങ്ങൾ വളരെ പ്രയാസമാണെന്ന് ഹല്ലേലൂയ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്കൊരു 100 വർഷത്തിനകം നമ്മളെവിടെയായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കലുണ്ടോ ദൈവമക്കളെ? ഒരു വർഷത്തിൽ ദൈവം നമുക്ക് 365 ദിവസം തന്നിട്ടുണ്ട്. ആ 365 ദിവസത്തിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 × 365 ദിവസം നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു വർഷത്തിൽ അത്ര മണിക്കൂറൊക്കെ ഉള്ളൂ. ഒരു 70 വർഷം ജീവിക്കുന്ന മനുഷ്യൻ അപ്രകാരം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 365 × 24 × 70 കൂട്ടിയാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മണിക്കൂറുകൾ നമുക്ക് കണക്കാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. അനേകരെ നിത്യത്തിലേക്ക് നയിക്കുവാൻ ഉപകാരപ്രദമായി നമ്മുടെ ജീവിതം മാറണം. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് നീങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന് ശേഷം 11:33 മുതലുള്ള വാക്യങ്ങളിലൂടെ വായിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33 വരെയുള്ള വാക്യങ്ങളുടെ
വായിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാണുന്നു, വിളക്ക് കൊളുത്തിട്ട് ആരും നിലവറയിലോ പറയും കീഴിൽ വയ്ക്കാതെ അകത്തു വരുന്ന വെളിച്ചം കാണുന്നതിന് തണ്ടമേത്ര വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. അതിൽ നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായി ഇരിക്കും. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മുടെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ ശ്രമിക്കണം. സീനായി മലയിൽ നിന്നും ഇറങ്ങി വന്ന മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. അവൻ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്നത് കൊണ്ട് അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു. നമ്മളിൽ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അത്യുന്നതിൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിലും നാം പാർക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ എപ്പോഴും നമ്മൾ പ്രകാശമായ ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യോഹന്നാനെ പറ്റി ഇങ്ങനെ കാണുന്നത്, ഹല്ലേലൂയ, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിൽ, John was a lamp that burned and gave light. Praise the Lord. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ അല്പകാലം മാത്രമേ തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായിട്ട് ജീവിച്ചിരുന്നുള്ളെങ്കിൽ തന്നെയും അവൻ ദൈവത്തിന് പ്രകാശം, ലോകത്തിന് വെളിച്ചം കൊടുത്ത് മാനസാന്തരപ്പെടുകയും ഹല്ലേലൂയ ആഹ്വാനം കൊടുക്കുകയും ഹല്ലേലൂയ രക്ഷകനായ ക്രിസ്തുവിനെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ സ്നാപകനെ ദൈവം ഉപയോഗിച്ചു. നമ്മൾ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതല്ല കാര്യം. 1 മണിക്കൂറേ ജീവിച്ചുള്ളെങ്കിലും പ്രകാശിക്കുന്ന ഒരു പ്രകാശമായി ഹല്ലേലൂയ ഒരു വിളക്കായി ജീവിപ്പാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വെളിച്ചമാണെന്ന് 1 യോഹന്നാൻ 1:5 നമ്മൾ കാണുന്നു. 1 യോഹന്നാൻ അതിൻ്റെ 1:5 ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ട് ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാകും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇരുൾമയമായ ജീവിതം ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, നമ്മൾ കടന്നു പോകുന്നവരാണെങ്കിൽ, എൻ്റെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം വെളിച്ചമാണ്, ഒട്ടും ഇരുളില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ തക്കവണ്ണം കഴിയും. 119 സംഗീതം 105 വാക്യത്തിൽ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമായ ജീവിത സന്ദർഭങ്ങളുണ്ടെങ്കിൽ, പ്രിയ ദൈവമകനെ, പ്രിയ ദൈവമകളെ, പ്രിയ മോകനെ, പ്രിയ മകളെ, നീ ദൈവവചനം എടുത്ത് വായിക്കുക. നിൻ്റെ ജീവിതം പ്രകാശമായി മാറുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതിനുള്ളതായ ശക്തി തരുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ ഹല്ലേലൂയ അതിന് പ്രകാശം അതിൽ കൊടുക്കാതിരിക്കുവാൻ എന്നൊക്കെയാണ് എത്ര ശക്തികൾ, എത്ര രാജാക്കന്മാർ ഒക്കെ പരിശ്രമിച്ചു. എന്നാലും സുവിശേഷം ഹല്ലേലൂയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമാണ് വേദപുസ്തകം. ഹല്ലേലൂയ. ഇന്നും സുവിശേഷം അനേക കോടികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്നും അതിൻ്റെ ജയത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസമാധാനം നിറഞ്ഞ നിൻ്റെ ജീവിതത്തിൽ, ശാന്തിയില്ലാത്ത നിൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ തകർച്ചകളുള്ള നിൻ്റെ ജീവിതത്തിൽ തകർച്ചകളെ മാറ്റുവാൻ ഈ ദൈവവചനത്തിന് കഴിയും. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളത്, പ്രാണനെയും സന്ധിമജകളെയും തമ്മിൽ ഭേദിക്കും വരെ കടന്നു ചെല്ലുന്നതായ ദൈവത്തിൻ്റെ വചനത്തിന് ചെല്ലുവാൻ കഴിയാത്ത സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല, പട്ടണങ്ങളില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥയായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, എൻ്റെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയാത്ത, എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ ഉദ്ധരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. അവൻ്റെ വചനം ഇന്ന് പകൽ നിനക്കെതിരെ നീട്ടുകയാണ്. അവൻ്റെ കരത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിന്റെ നേരെ കടന്നു വരികയാണ്. അവൻ്റെ വചനം നീ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പമുള്ള ദൈവവചനം ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നിരാശപ്പെടേണ്ട പ്രിയ മകനെ, മകളെ.
നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് പകൽ എനിക്കറിയത്തില്ല, എന്നാൽ എൻ്റെ കർത്താവ് അറിയുന്നു. നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. ദൈവമക്കളെ, പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകരുത്, പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകരുത്. നിന്റെ മുഖം, ഹല്ലേലൂയ, നിന്റെ കണ്ണുകൾ അവരിൽ നിന്നും, ഹല്ലേലൂയ, ദൃഷ്ടികൾ അവരിൽ നിന്നും മാറ്റിക്കളയാതെ, those who looked unto him were radiant and their faces were never ashamed. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും വഴി ഞെരുക്കവുമാണ്. ഹല്ലേലൂയ. എന്നാൽ നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പറ്റുന്ന നിലയിൽ ദൈവം തരുന്ന സമയങ്ങൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കണ്ണീരൊഴുക്കണം. ഹല്ലേലൂയ. അവൻ നമ്മളെ സഹായിക്കും. 1 യോഹന്നാൻ 1:17 അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തിൽ നടക്കണം, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ജാതിയെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നാം വായിച്ച യെശയ്യാ പ്രവചനത്തിൻ്റെ ആ വാക്യത്തിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുന്നു. ദൈവമക്കളെ, എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ദിനം പ്രതി നാം പേപ്പറിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുന്നു. പക്ഷേ എന്നാൽ ദൈവവചനം പറയും, നിൻ്റെ മേലോ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. വീണ്ടും കാണുകയാണ്, ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്ക് വരും. യേശു പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകല ജാതികളെയും എങ്കിലേക്ക് ആകർഷിക്കും, സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമുക്ക് പ്രകാശിക്കാം. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മളിലൂടെ സ്ഫുരിക്കട്ടെ. അനേകം ആളുകൾ നമ്മളുള്ള പ്രകാശം കണ്ട് കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരട്ടെ. നാം രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കുറവുകളും പോരായ്മകളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്ന് പൽക്കാലം നമുക്കൊന്ന് മടങ്ങി വരാം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ദൈവത്തിന് അന്യപ്പെട്ടു പോയിട്ടുണ്ടോ? ഇന്ന് പൽക്കാലം മടങ്ങി വരാം. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. നീതി സൂര്യനായിരിക്കുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രകാശമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. ഒരു വിടുതലിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു സമൃദ്ധിയിലേക്ക് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പ്രൈസ് ദി ലോർഡ് നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രകാശമായി മുന്നേറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനപ്രകാരമുള്ള ഹല്ലേലൂയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നേറുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനം ഹല്ലേലൂയ ആയിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ ജീവിതം നയിക്കുന്നത്. വചനമാണ് വെളിച്ചം. ഹല്ലേലൂയ. വചനമാണ് ഹല്ലേലൂയ നമുക്ക് ദിശാബോധം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹാർബറിൽ വന്ന് നിർത്തി നങ്കൂരമെഴുന്നതായ ഒരു കപ്പൽ പോലെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ നങ്കൂരം ഇട്ട്, ദൈവവചനത്തിൽ നങ്കൂരം ഇട്ട് ഉറപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആടി ഉലയുന്ന അവസ്ഥയിലല്ല. കാറ്റുകളും തിരമാലകളും സമുദ്രത്തിന് നടുവിലൂടെ ഓടുന്ന ഒരു കപ്പൽ ഫേസ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ തന്നെയും ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട്, കർത്താവ് നമ്മുടെ ആശ്രയവും പരിചയമായിട്ടുണ്ടെങ്കിൽ, ഏത് കൊടുങ്കാറ്റിൻ്റെയും ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് പറയും, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ ദൈവമക്കളെ ഈ നാളുകളിൽ
എഴുന്നേറ്റ് പ്രകാശിക്കുക. റൈസ് ആൻഡ് ഷൈൻ. ദൈവമക്കളെ, നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കരുത്. എഴുന്നേൽക്കണം, നാം പ്രകാശിക്കണം. നമ്മൾ കേട്ടല്ലോ, ഏതെന്ന് വീണിരിക്കുന്നു, ആദ്യ സ്നേഹത്തൊന്ന് വീണിരിക്കുന്ന അവസ്ഥയാണോ? ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നതായ സ്വഭാവ രീതികൾ നമുക്കുണ്ടോ? അത് നമ്മൾ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. നഷ്ടപ്പെട്ടു പോയ മകനെ പോലെ ദൈവത്തിന് ദൂരത്താകുന്നു പോയ മകനാണെങ്കിൽ, സഭ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തെന്ന് പറഞ്ഞ് മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. മലമേലിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ അനേകർക്ക് വെളിച്ചമായി തീരുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അതിന് തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യെശയ്യാ പ്രവചനയിലൂടെ ദർശിച്ചതായ പ്രവചന പുസ്തകത്തിൽ ഞങ്ങൾ ഇന്ന് വായിച്ചതായ തിരുവചന ഭാഗങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നല്ലോ. എഴുന്നേൽക്കുവാൻ, പ്രകാശിക്കുവാൻ ഇടയായി തീരണമേ. ഞങ്ങൾ ഇരുന്ന അവസ്ഥയിൽ ഇരിക്കുവാനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവചനം പോലെ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകി തരണമേ. കേൾവിക്കാരായ എല്ലാ ദൈവജനത്തെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരണം പിതാവേ, ആമേൻ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എളിയവൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാം. ഈ തലമുറയിൽ ജ്യോതിസുകളെ പോലെ ജീവിക്കുന്നവരുടെയും നശിക്കുന്നവരുടെയും ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി, പ്രകാശമായി, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു പ്രകാശമായി, ഭൂമി ഉഴുപ്പായി, വിളക്കായി നമുക്ക് പ്രകാശിക്കാം. ഹല്ലേലൂയ. ദൈവവചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.